യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വി.എസ്. അച്യുതാനന്ദൻ ദീർഘായുസ്സോടെ ഇരുന്നതിന്റെ രഹസ്യം യോഗയായിരുന്നുവെന്ന് മന്ത്രി മുരളീധരൻ വ്യക്തമാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും യോഗാ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികൾ തലസ്ഥാനത്ത് നടന്നു. യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ നടന്നത്. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ആയുസ്സോടെ ആളുകൾ ഇരിക്കുന്നതിന് ആരോഗ്യം അനിവാര്യമാണ്. പലരും കൊടിഞ്ഞു വീണ് മരിക്കുന്നത് ഇപ്പോൾ സാധാരണമാണ്. അതിലേക്ക് നയിക്കുന്നത് ശരിയായ വ്യായാമം ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ പോലും താൻ ജോഗിംഗ് മുടക്കിയിരുന്നില്ല എന്നും ആരോഗ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. എൻ്റെ കാലത്തെ വ്യായാമം എന്ന് പറയുന്നത് ജോഗിംഗ് ആണ്. അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ എല്ലാ ദിവസവും ജോഗിംഗ് ഇലക്ഷൻ കാലത്ത് പോലും മുടക്കാറില്ല. യാത്രാ സമയത്ത് അത് നോക്കി യാത്ര ക്രമീകരിക്കും. അപ്പോൾ കാലത്ത് 5 മണിക്കെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ അവിടെ എത്തുന്ന സമയത്ത് മാത്രം അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ ട്രെയിൻ യാത്ര വരെ ക്രമീകരിക്കാറുള്ളത്. വി.എസ്. അച്യുതാനന്ദൻ ദീർഘായുസ്സോടെ ഇരുന്നതിന്റെ രഹസ്യവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യവും യോഗയായിരുന്നെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേലധികാരികൾ ഉൾപ്പെടെ ഈ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പ് സംഘടിപ്പിച്ച ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ യോഗാ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. തലസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ചെയ്തുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രമുഖരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായതും ഒരു പ്രത്യേകതയായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.